ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് വീഡിയോയിലൂടെ നോക്കുന്നത്. ബിസിനസ് റെഗുലേഷൻസ്. ബിസിനസ് റെഗുലേഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: എ പ്രോമിസ് ഈസ്. ഓപ്ഷൻ എ വാലിഡ് ഓഫർ. ഓപ്ഷൻ ബി ആൻ അക്സെപ്റ്റഡ് ഓഫർ. ഓപ്ഷൻ സി എ കോൺട്രാക്ട്. ഓപ്ഷൻ ഡി എ വാലിഡ് എഗ്രിമെൻറ്റ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എ കോൺട്രാക്ട് എന്നുള്ളത്. അതായത് എ പ്രോമിസ് ഈസ് എ കോൺട്രാക്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അപ്രോച്ച് ഓഫ് ടെൻഡർ ടു സപ്ലൈ സ്പെസിഫിക് പീരിയഡ് ഇറ്റ് ബിക്കംസ്. ഓപ്ഷൻ എ ആൻ എഗ്രിമെൻറ്റ്. ഓപ്ഷൻ ബി എ കോൺട്രാക്ട്. ഓപ്ഷൻ സി എ സ്റ്റാൻഡിംഗ് ഓഫർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എ സ്റ്റാൻഡിംഗ് ഓഫറാണ്. ടെൻഡറൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ ടെൻഡറിൻ്റെ സമയത്ത് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്തോളാം എന്നുള്ള ആ ഒരു എഗ്രിമെൻറ്റ് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫർ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു അപ്രോച്ചിനെയാണ് എന്ത് സ്റ്റാൻഡിംഗ് ഓഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ വോയിഡ് എഗ്രിമെൻറ്റ്. എ വോയിഡ് എഗ്രിമെൻറ്റ് ഓപ്ഷൻ എ ഈസ് എ അൺലോഫുൾ ആൻഡ് ഇല്ലീഗൽ. ബി വയലേറ്റ് ലീഗൽ പ്രൊസീജിയർ. സി ഈസ് അൺഎൻഫോഴ്സിബിൾ ബൈ ലോ. ഡി ബോത്ത് എ ആൻഡ് ബി. ഇവിടെ അവോയ്ഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വയലേറ്റ് ലീഗൽ പ്രൊസീജിയർ എന്നുള്ളതാണ്. വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രൊസീജിയർ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് വോയിഡ് എഗ്രിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രസൻമെൻറ്റ് ഫോർ അക്സെപ്റ്റൻസ് ഈസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് എ. ഓപ്ഷൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ബി ചെക്ക്. ഓപ്ഷൻ സി പ്രോമിസറി നോട്ട്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. പ്രസൻസ് ഓഫ് അക്സെപ്റ്റൻസ് മസ്റ്റ് ആയിട്ടും എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കണം. അതായത് പറയുന്നത് വേർ ദ ഡ്രോയി മസ്റ്റ് അക്സെപ്റ്റ് ദ ബിൽ ടു ബിക്കം ലയബിൾ ഫോർ പേയ്മെൻറ്റ്. ഡ്രോയി അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്താണ് ലയബിൾ ഫോർ പേയ്മെൻറ്റ്, അയാൾക്ക് ആ ഒരു പേയ്മെൻറ്റിൽ ലയബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് പ്രസൻസ് ഓഫ് ഫോർ അക്സെപ്റ്റൻസ് മസ്റ്റായിട്ട് വേണ്ടത്. എന്നാൽ ചെക്കിനോ പ്രോമിസറി നോട്ടിനോ അത് ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹണ്ടി വെൻ പെയ്ഡ് അപ്പ് ആൻഡ് ക്യാൻസൽഡ് ഈസ് ദെൻ കോൾഡ്. ഓപ്ഷൻ എ പെർപ്പത്ത്. ഓപ്ഷൻ ബി പേത്ത്. ഓപ്ഷൻ സി കോക്കെ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കോക്കയാണ്. ഹണ്ടീസ് പെയ്ഡ് അപ്പ് ചെയ്യുകയോ അത് ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ടേമാണെന്ത് കോക്ക എന്ന ടേം. ബാക്കി ടേംസ് ഒന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി ഇന്ന് ഹണ്ടീസ് ഇപ്പം ഇല്ല, അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ടേമും നിലവിലില്ല എന്നോർത്ത. പേത്ത് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഒറിജിനൽ ഈസ് ലോസ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റായി ഹണ്ടി അല്ലെങ്കിൽ ഒറിജിനൽ നഷ്ടപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസിനെയാണെന്ത് ആക്ച്വലി പേത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർപ്പത്ത് മീൻസ് കൗണ്ടർ ഫോയിൽ കെപ്റ്റ് ബൈ ദ ഡ്രോയർ. ഡ്രോയർ കെപ്റ്റ് ചെയ്യുന്ന കൗണ്ടർ ഫോയിൽസിനെയാണ് പെർപ്പത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിഫറൻസ് ഷെയർസ് ആർ എൻറ്റൈറ്റിൽഡ് ടു വോട്ട് on every resolution placed before the company at any meeting if the dividend due on such shares are in arrear for a period of dash or more. Options: ഓപ്ഷൻ എ പറയുന്ന 4 year, ഓപ്ഷൻ ബി 3 year, ഓപ്ഷൻ സി 2 year, ഓപ്ഷൻ ഡി 1 year. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 2 year ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്ന സിറ്റുവേഷനാണ്. വോട്ടിംഗ് റൈറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു തവണയാണ് ആ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകും. അതായത് 2 അതിൽ കൂടുതലോ വർഷം ആ ഒരു പെർട്ടിക്കുലർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് അരിയറായി വരിക. ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റുള്ള ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. ഓരോ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വോട്ടിംഗ് റൈറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2 അതിൽ കൂടുതലോ വർഷം എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിന് അരിയർ വരികയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അണ്ടർ PF Act 1952 ഇൻഷുറൻസ് ഫണ്ട് മീൻസ്. 1952 PF ആക്ട് പ്രകാരം ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓപ്ഷൻ എ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഓപ്ഷൻ സി എംപ്ലോയി ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ഓപ്ഷൻ ഡി മെഡിക്കൽ ഇൻഷുറൻസ് ഫണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് എന്നുള്ളതാണ്. അപ്പം PF ആക്ട് 1950 പ്രകാരം ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ടാണെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ 162 ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു.
ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ 162 ആപ്ലിക്കബിൾ അല്ലാത്തത് ആർക്കാണെന്ന ചോദ്യം. ഓപ്ഷൻ എ ലിസ്റ്റഡ് കമ്പനി, ഓപ്ഷൻ ബി സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനി, ഓപ്ഷൻ സി പ്രൈവറ്റ് കമ്പനി ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി എന്നുള്ളതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ 162 ആപ്ലിക്കബിൾ അല്ലാത്തവരാണ് പ്രൈവറ്റ് കമ്പനിയും അതേപോലെ സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനീസും. അപ്പോൾ എന്താണ് ഈ ഷെയർ ഹോൾഡർ സെക്ഷൻ 162 പറയുന്നത്? സെക്ഷൻ 162 ഓഫ് ദി കമ്പനീസ് ആക്ട് വിച്ച് ഡീൽസ് വിത്ത് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ എ സിംഗിൾ റെസൊല്യൂഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു സർട്ടൻ ടൈപ്പ് ഓഫ് കമ്പനീസ്. അതായത് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 162 പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ എ സിംഗിൾ റെസൊല്യൂഷനിലൂടെ ഒരു ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്ന സിറ്റുവേഷനാണ്. എന്നാൽ അത് എല്ലാ കമ്പനീസിനും ബാധകമല്ല, സർട്ടൻ ടൈപ്പിന് അത് അപ്ലിക്കബിൾ അല്ല. ആ അപ്ലിക്കബിൾ അല്ലാത്ത കമ്പനീസ് ഏതൊക്കെയാണെന്ന് ചോദ്യം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 is applicable to every shop or establishment within the meaning of any law for the time being in force in relation to shop and establishment in a state in which dash persons are or were employed on any day in the preceding 12 months. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 10 or more, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 20 or more, ഓപ്ഷൻ ഡി 20. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10 or more. ക്വസ്റ്റ്യൻ ഇതാണ്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അപ്ലിക്കബിൾ ആവണമെങ്കിൽ ആ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എത്ര ആളുകൾ വർക്ക് ചെയ്ത് എംപ്ലോയീസ് ഉണ്ടായിരിക്കണം? 10 or more ആണ്. 10 അതിൽ കൂടുതൽ പേഴ്സൺസ് ഉള്ള എംപ്ലോയ്മെൻറ്റിലാണ് എന്ത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അപ്ലിക്കബിൾ ആകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വാട്ട് ഗ്രൗണ്ട്സ് an employee will be disqualified from getting bonus? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു എംപ്ലോയി ബോണസ് കിട്ടാൻ എന്താണ് അർഹരല്ലാത്തത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രോഡ്, രണ്ടാമത്തെ സിറ്റുവേഷൻ റിയോട്ടസ് ഓർ വയലൻറ്റ് ബിഹേവിയർ വൈൽ ഓൺ ദ പ്രിമിസസ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെഫ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ ഓർ സബ്രോട്ടേജ് ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഈ മൂന്ന് സിറ്റുവേഷനിൽ ഏതാണ് എന്ത് ഒരു എംപ്ലോയി ബോണസിന് അർഹനല്ലാത്തത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഒരു എംപ്ലോയി ബോണസിന് അർഹനല്ല. ദാറ്റ് മീൻസ് ഫ്രോഡ് നടത്തിക്കഴിഞ്ഞാൽ ബോണസ് കിട്ടുന്ന അർഹനല്ല. രണ്ടാമത്തെ വയലൻ്റ് ബിഹേവിയർ ഉള്ള ആളുകൾക്ക് ബോണസ് കിട്ടാൻ അർഹനല്ല. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയൊക്കെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനെ കാണിച്ച എംപ്ലോയിക്കും ബോണസ് കിട്ടാൻ അർഹനല്ല. അപ്പോൾ ഇത്രയും സിറ്റുവേഷനിലൊന്നും എന്താണ് ബോണസ് കിട്ടാൻ ഒരു എംപ്ലോയി ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.